അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണെന്നുള്ളത്. നമ്മുടെ ചാനൽ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഫാമിലിയിലോട്ടായിരിക്കുന്നത്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ച വളർച്ചയൊന്നും ആയിരുന്നില്ല. എനിക്ക് പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു എൻ്റെത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആവാറായി കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി 28 ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ചാനൽ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് കയറുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, പലരും ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ള ഈ ഒരു സമയം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കറിയാം നമ്മുടെ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത്. 100K 200K 300K ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 1 മില്യൺ ആയപ്പോഴാണ് നമ്മളതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത്. ഇപ്പോൾ 1.5 മില്യൺ ഷോർട്സ് ആയിട്ട് ഇടാൻ എനിക്ക് മനസ്സ് വന്നില്ല. എനിക്ക് തോന്നി ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്ന്. ഞാൻ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും ഞാൻ സിജോയുടെ എൻഗേജ്മെൻറ്റിന് അവിടെ നിൽക്കുമായിരുന്നു. അന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത്. സോ ഗായ്സ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇരിക്കുന്ന ജാസ്മിൻ ജാഫർ എന്നൊരു വ്യക്തിയാക്കി മാറ്റിയത് എന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഞാൻ പലവട്ടവും ഇതിൽ ഇനി വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ടിക്ടോക്ക് സമയം തൊട്ട് മ്യൂസിക്കലി സമയം തൊട്ട് ഞാൻ വരുന്നു, വീഡിയോ ഇടുന്നു, നിർത്തുന്നു, പോകുന്നു, വരുന്നു, വീഡിയോ ഇടുന്നു, നിർത്തുന്നു, പോകുന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും എല്ലാത്തിലും ഇത് തന്നെയായിരുന്നു എൻ്റെ പതിവ്. യൂട്യൂബ് ചാനലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു, വരുന്നു, ഇട്ടു, ഓക്കെ മതി, നിർത്തി, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ പലവട്ടം നിർത്തിപ്പോണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ വിധി എന്നതുപോലെ തന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇതിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വലിയൊരു അച്ചീവ്മെൻറ്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ ഒക്കെ നമുക്ക് കിട്ടി. നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും മാത്രം കിട്ടിയ ഒരു സാധനമാണ്. എനിക്ക് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുറേ ഒന്നും വരുന്നില്ല. മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് എത്രത്തോളം പ്രകടമാവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വാക്കാൽ പുറത്തോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സോഷ്യൽ മീഡിയ നല്ലോണം നമ്മുടെ ചാനൽ പൊയ്ക്കൊണ്ടിരുന്ന 1 മില്യന് ശേഷമായിരുന്നു എനിക്ക് ബിഗ് ബോസിലോട്ടുള്ളൊരു എൻട്രി വന്നത്. ബിഗ് ബോസിലോട്ട് ഞാൻ പോകുന്നതും സോഷ്യൽ മീഡിയ ഫെയിം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലാണ്, ആ ടാഗ് ലൈനിലാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ ഞാൻ പോയതിന് ശേഷം എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടം പോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ശരികൾ, എൻ്റെ ക്വാളിറ്റിയും എൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ അവിടെ പോയിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ അവിടെ പോയിരുന്ന സമയത്ത്, ഇപ്പം ഞാൻ 1.5 മില്യൺ ആയ സമയത്ത് ഞാൻ സ്റ്റോറി മെൻഷനിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് അറിഞ്ഞത്. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റോറി മെൻഷൻ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി മെൻഷൻ ഞാൻ ഇങ്ങനെ നോക്കി പോകുന്നിടത്താണ് ഒരാൾ കൺഗ്രാജുലേഷൻ ജാസ്മിൻ 1.5 മില്യൺ എന്ന് പറഞ്ഞിട്ടത് ഞാൻ കണ്ടത്. അപ്പോൾ അവരിട്ടിരുന്ന ആ ഒരു വീഡിയോയിൽ കുറേ ആൾക്കാരുടെ കമൻസ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇട്ടത്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവളെ നമുക്ക് 1 മില്യണിൽ നിന്നും താഴെ പോകണം എന്നുള്ള രീതിയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഇവളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം, ഇവളുടെ ഇൻസ്റ്റാഗ്രാം അൺസബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ അടിച്ച് കളയണം, റിപ്പോർട്ട് അടിക്കണം, അങ്ങനെ ഒരുപാട് കമൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും ഞാൻ ഇപ്പോൾ 1.5 മില്യൺ, ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ 1 മില്യൺ, ഇപ്പോൾ 1.5 മില്യൺ. അതിൽ എനിക്ക് പറയാനുള്ളത് ദൈവത്തോടുള്ള നന്ദിയാണ് 1, 2 നിങ്ങളോടുള്ള നന്ദിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടും അതിലപ്പുറം സ്നേഹിക്കാനുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊക്കെ ഫീൽഡ് ഔട്ടായിട്ട് നമ്മൾ നിന്നു. ഇപ്പോൾ ഈ ഒരു വലിയ അച്ചീവ്മെൻറ്റ് നമുക്ക് വന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിലും കൂടി നമുക്ക് 2 മില്യൺ ആവാൻ പറ്റട്ടെ, പെട്ടെന്ന് തന്നെ പറ്റട്ടെ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ യൂട്യൂബേഴ്സിനോടാണ്, അല്ലെങ്കിൽ ചാനൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നിർത്തി വെച്ചേക്കുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെയാണ് കേട്ടോ പറയുന്നത്. എല്ലാവർക്കും പെട്ടെന്നൊരു ഭാഗ്യം വന്ന് തുണയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രം, നമ്മുടെ സമയം വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ. നമ്മുടേതായിട്ടൊരു സമയം പടച്ചവൻ എപ്പോഴെങ്കിലും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. അന്നേ നമുക്ക് ആ ഒരു ക്ലിക്ക്, ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തുള്ളൂ.
ഞാൻ എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു +1 +2 സമയത്താണ് ഞാൻ മീഡിയയിൽ വരുന്നു, മീൻസ് ടിക്ടോക്കിൽ വരുന്നു, വീഡിയോസ് ഇടുന്നു, പോകുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ എൻ്റെ സമയം വന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിലാണ് എൻ്റെ ഒരു സമയം വന്നത്. എനിക്ക് അതിന് മുൻപും ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, പക്ഷെ ഒരു പൈസ ഏൺ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് കയ്യിലോട്ട്, ഒരുപാട് മീൻസ് കോടി അങ്ങനല്ല, എന്നാലും നമ്മുടെ കയ്യിൽ ഒരു പൈസ വരുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കുന്ന ഒരു രീതിയിലോട്ടൊന്നും ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, നമുക്കൊരു റീച്ച് ഉണ്ട്, ഫെയിം ഉണ്ടെന്നല്ലാതെ ഈ ഫെയിം പൈസ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയിട്ടില്ല. ആ ടൈം എനിക്ക് ഇപ്പോഴാണ് വന്നത്. മോണിറ്ററി ബെനിഫിറ്റ്സ് ഒരുപാടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. നല്ലതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോ നിങ്ങൾ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കോണ്ടന്റുകൾ കാണും. ഒരു പക്ഷേ അത് ഇപ്പോൾ ക്ലിക്കാവുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളത് നിർത്തിപ്പോവാതിരിക്കുക, പിന്നെയും തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നാൾ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവും. അത് ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല, ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ നമ്മുടെ കരിയർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ താഴെ വീഴും, പിന്നെ വീഴും, കയറും. ഒരു നാൾ നമ്മൾ കയറിക്കഴിഞ്ഞാൽ വീഴ്ച ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. കയറിക്കഴിഞ്ഞാലും നമ്മൾ വീഴും. ആ വീഴുന്നതിന് നമ്മൾ എണ്ണിച്ച് വരണം. അവിടെയാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. അപ്പം വേറെ എനിക്ക് ശരിക്കും പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞ കണക്ക് ഈ കാണുന്ന ജാസ്മിൻ ജാഫറാക്കി മാറ്റിയ എല്ലാവരോടും നന്ദിയുണ്ട്. സ്നേഹിച്ചവരോടും വെറുത്തവരോടും നന്ദിയുണ്ട്. കാരണം വെറുപ്പ് ഒരു കാരണമാണ് നമ്മൾ വളരാൻ, സ്നേഹിക്കുന്നതും അതിലേറെ ഒരു കാരണമാണ് നമ്മൾ വളരാൻ. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ബിബിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഒരുപാട് രീതിയിൽ എനിക്ക് വീഡിയോസ് ചെയ്യാനോ വ്ളോഗുകൾ ചെയ്യാനോ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും പോകുമ്പോൾ എന്നോട് ചോദിക്കുക എന്താ പഴയ പോലെ വീഡിയോസ് ചെയ്യാത്തത്. കാരണം എന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്, ജാസ്മിൻ എന്നറിഞ്ഞു തുടങ്ങിയത് യൂട്യൂബ് വഴിയാണ്. ഞാൻ എന്താണെന്നുള്ളത് അറിഞ്ഞു തുടങ്ങിയത്. എങ്ങനെയാണ് ഇപ്പോൾ BBയിലാണെങ്കിൽ വെച്ചിട്ട് ഞാൻ കുറേ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബഹളം വെക്കുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ കുറേ പേർക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അവരെൻ്റെ ചാനൽ മുൻപ് തൊട്ടേ കണ്ടിട്ടുള്ളവരാണ്. പണ്ട് തൊട്ടേ എന്നെ കാണാൻ പറയാം, എൻ്റെ കുറേ കാര്യങ്ങൾ അറിയാം. എൻ്റെ അലർജി ഇഷ്യൂസ് അല്ലെങ്കിൽ എൻ്റെ കുറേ വട്ടുകൾ, കുറേ പൊട്ടിത്തെറിച്ചിനൊക്കെയുള്ള സംസാരങ്ങൾ, ഇതൊക്കെ പണ്ട് തൊട്ടേ അറിയാവുന്നവർ ആണ് കൂടുതലും എന്നെ അന്നും ഇന്നും ആ കൊച്ചു അങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിന്നതൊക്കെ. സോ എനിക്ക് വേറെ പ്രത്യേകിച്ച് കറക്റ്റ് സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കുറേ കുന്നോളം പറയാനുണ്ട്. പക്ഷെ വഴി പുറത്ത് വരുന്നത് കുന്നിക്കുരുവോളം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ഈ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പറഞ്ഞു പോകട്ടോ. കുറേ പേരുടെ ഡൗട്ടുകളൊക്കെ, എന്താണ് ഞാൻ കൊച്ചിയിലേക്ക് മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊച്ചിയിലേക്ക് ഞാൻ മാറിയത് വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ മാറിയതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരുപാട് വർക്കുകൾ നമുക്ക് വരുന്നത് കൊച്ചിയിലോട്ടാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് മാസം ട്രെയിൻ കയറി വന്ന് ഇവിടെ 2-3 ദിവസം നിന്ന് പിന്നെ തിരിച്ചു അവിടെ പോയതിന് ശേഷം പിന്നെ എന്തെങ്കിലും വർക്ക് വരുമ്പോൾ വന്ന് അങ്ങനെ നിൽക്കണം. അത് ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, എന്നാൽ നമുക്കൊരു ഫ്ലാറ്റ് എടുത്ത്, ഒരു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടുന്ന് നമുക്ക് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. ഒറ്റയ്ക്ക് നിൽക്കാം. ഒറ്റയ്ക്കൊന്നും നിന്ന് എനിക്ക് ഒട്ടും ശീലമില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ പണ്ട് തൊട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളാണ്. എനിക്ക് വീട് അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ എന്താവും എന്നുള്ള ഒരു ഭയങ്കര ഒരു സാധനമുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ബിഗ് ബോസ് ആണ് കേട്ടോ. ഒറ്റയ്ക്ക് എന്നുള്ളൊരു സാധനത്തിൽ എന്നെ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങോട്ട് മാറി വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കൊച്ചിയിലേക്ക് മാറിയത്. അടിപൊളിയാണോ എന്ന് വെച്ചാൽ അങ്ങനെ അടിപൊളി എന്നൊന്നും പറയാനില്ല. നമ്മൾ ഒറ്റയ്ക്കാവുന്നതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഇനി നമ്മൾ വേണം തൂക്കാൻ വാരാൻ, ഫുഡ് കഴിക്കാൻ, ഫുഡ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ. അവിടെ നമുക്ക് എന്ന് വിളിക്കാൻ നമുക്ക് ആളില്ല, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സാധനമൊക്കെ ഉണ്ട്. വേറെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നല്ലോ. ഫിലിമിൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലോട്ട് ആയതിനു ശേഷം ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ പുറമെ അറിയിക്കാം. മുന്നേ എന്തെങ്കിലും ഒരു സാധനം വഴിയെ അറിയിക്കാം. അതാണ് സംഭവം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇനി എന്താ പറയുക എന്നും പറഞ്ഞ് ഞാൻ അലമ്പാക്കുന്നില്ല. എല്ലാവരോടും ഒരുപാട് നന്ദി. ഹൃദയത്തിൽ ഇത് നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത്. ചെറിയ കാര്യമല്ല 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത്
പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടും അതിലേറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അത് ഉള്ളൊരു കാര്യമാണ്. എന്നാലും ഹേറ്റേഴ്സ് ഇത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം, എനിക്കറിയില്ല നിങ്ങളുടെ സ്നേഹം ഇതൊക്കെ കൊണ്ടിട്ടാണ്. BBയിൽ വെച്ചും ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തൊട്ട് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടായതിന് ശേഷവും സെക്കൻഡ് റണ്ണറപ്പ് എന്നുള്ളൊരു പൊസിഷനിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത്രയും ഹേറ്റേഴ്സിൽ നിന്നാണ് കേട്ടോ. ഒരു മയത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെ, ഇത് ഹേറ്റേഴ്സാണ് നമ്മുടെ സപ്പോർട്ടേഴ്സിനെ കഴിയും ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കൂടി നിന്നിട്ട് പോലും സെക്കൻഡ് റണ്ണറപ്പ് എന്നുള്ളൊരു ഇതിൽ ഞാൻ വന്നു. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സായി. ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എല്ലാത്തിനോടും ഉണ്ട്. സോ അത്രയേ ഉള്ളൂ. ഇനിയും ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും നമുക്ക് വളരണം, ഇനിയും നമുക്ക് സെറ്റാവണം. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം വേണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നെ എൻ്റെ കുടുംബത്തെയും രക്ഷിച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നശിച്ച് നിന്നിടത്തുനിന്നാണ് രക്ഷപ്പെട്ടു വന്ന് രക്ഷിച്ച ദൈവത്തിനോടും അതിനെല്ലാം കൂടെ എനിക്ക് സപ്പോർട്ടായി നിന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി.